ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആർ ലിവിങ് ബൈ രേഷ്മ. ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് മട്ടൻ കറി എങ്ങനെ വെക്കാമെന്ന് നോക്കിയാലോ. ഇത് നമ്മളിന്ന് 1/2 കിലോ മട്ടനിലാണ് ചെയ്യണത്. 1/2 കിലോ മട്ടനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു മീഡിയം സൈസ് സവോള, വെളുത്തുള്ളി ഒരു 4-5 അല്ലി, പിന്നെ കുറച്ച് കരിവേപ്പില, ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരുമ്മി വെക്കുന്നത്. ഇത് നന്നായി തിരുമ്മി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പിടിച്ച് വരാൻ വേണ്ടി നമുക്ക് 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ നന്നായി തിരുമ്മി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 3 മുതൽ 4 വിസിൽ വരുന്നത് വരെ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് നന്നായി വെന്ത് വന്നതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെയുള്ള നല്ല റെസിപ്പിക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതൊന്ന് നന്നായി വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ എടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം. 1-ാം പാല് വേറെയും 2-ാം പാല് വേറെയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണേ. അതിനുശേഷം ഈ ഉള്ളി നന്നായി വഴണ്ടി വന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് പകർത്തി കൊടുക്കാം. അതിലേക്ക് ആദ്യം 2-ാം പാല് പകർത്തി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണേ. ആ 2-ാം പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ 1-ാം പാലും ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറേശ്ശെ വെളിച്ചെണ്ണയും കൂടി തൂവിക്കൊടുത്ത് നമുക്കിത് വാങ്ങാം. നല്ല സ്വാദാണ് ഈ മട്ടൻ കറിക്ക്. ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് കാരണവന്മാർക്ക് വെച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ശ്രാദ്ധത്തിന് അവർക്ക് കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ സമയത്ത് എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളും വെച്ച് നോക്കി അഭിപ്രായം അറിയിക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.